NH-66 വികസനത്തിന്റെ ഭാഗമായ എരമല്ലൂർ തുറവൂർ ആകാശപാത നിർമ്മാണ മേഖലയിൽ അപകടങ്ങൾ ആവർത്തിക്കുകയാണ്. ആലപ്പുഴ ജില്ലയുടെ മുഖം തന്നെ മാറ്റിയേക്കാവുന്ന ഈ പദ്ധതിയിലുണ്ടാവുന്ന സുരക്ഷാ വീഴ്ച ആശങ്കകൾ ഉയർത്തുന്നുണ്ട്. നിർമ്മാണത്തിലിരിക്കെ ഗർഡർ തകർന്നുണ്ടായ അപകടത്തിൽ ഇന്ന് പുലർച്ചെയാണ് ഹരിപ്പാട് സ്വദേശിക്ക് ജീവൻ നഷ്ടമായത്. നിർമ്മാണം ആരംഭിച്ച് 5 വർഷത്തിനിടയിൽ 50-ലധികം ജീവനുകളാണ് ദേശീയപാതയിൽ പൊലിഞ്ഞത്. ഇവിടെ കഴിഞ്ഞ ദിവസം ഒരു പെൺകുട്ടി വന്ന് ബൈക്കിൽ വീണു. അതിനെ കംപ്ലൈൻറ്റ് ചെയ്തപ്പോൾ ഇവർ എഞ്ചിനീയർമാർ ഒരു JCB ചെളി കൊണ്ടിട്ടു. അതിൻ്റെ പിന്നാലെ വെള്ളം ഒഴിക്കും. ഈ ചെളിയും വെള്ളം കൂടെ കൂട്ടിട്ട് ആ കുട്ടിക്ക് ആക്സിഡൻ്റായിട്ട് നമ്മൾ ഹോസ്പിറ്റലിൽ കൊണ്ട് അഡ്മിറ്റ് ചെയ്ത്. ഇവിടെ ആരും വന്ന് തിരിഞ്ഞു നോക്കിയില്ല. KSRTCയിൽ ഇടിച്ചു. കഴിഞ്ഞ ആഴ്ച ഈ KSRTC ഇടിച്ചിട്ട് 6 ലേഡീസിനാണ് അവിടെ ആക്സിഡൻ്റ് ഉണ്ടായത്. മൂക്കിന് ചോര ഒലിച്ച് വരുമായിരുന്നു. ആരും നോക്കിയൊന്നുമില്ല. ഞങ്ങൾ ഈ റോഡ് സൈഡിൽ ഇരിക്കുന്ന ആൾക്കാരാണ് ഈ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയത്. ഇതെന്താ ചെറിയ ആക്സിഡൻ്റ് ആണെന്ന് പറയണേ. പകൽ 7 മണി രാവിലെ മുതൽ വൈകുന്നേരം 7 മണി വരെ ഇവിടെ ട്രാഫിക്കുള്ളൂ. അതിന് ചേട്ടൻ ഇല്ല. നൈറ്റിന് ആരും ചെയ്യണമെന്നില്ല. നൈറ്റിന് നമ്മുടെ വണ്ടി ഇങ്ങനോട് ഓടുന്ന വണ്ടിയെ കൺട്രോൾ ചെയ്യാൻ ഒരാളും ഇല്ല. അവർ ആയാസമായിട്ട് ഇഷ്ടം പോലെ അവരവരുടെ ഇഷ്ടത്തിന് പണി ചെയ്യുന്നു. അപ്പുറത്തും ഇപ്പുറത്തും 2 തൂണുണ്ടല്ലോ. ഈ തൂണിനിടയ്ക്ക് 12 ബീം വയ്ക്കണമല്ലോ. ഇത് രാത്രി ചെയ്യുന്നത് 2 ലൈറ്റിൽ. അവിടുന്ന് ഒരു ലൈറ്റ്, ഇവിടുന്ന് ഒരു ലൈറ്റ്, 2 ലൈറ്റിലാണ് ഈ വർക്ക് ചെയ്യണത്. മിന്നാമിനിങ് പുറത്ത് 2 ലൈറ്റിൽ ഈ രാത്രി വർക്ക് ചെയ്യുമ്പോൾ കൺട്രോൾ ചെയ്യാൻ ട്രാഫിക് പോലും ഇല്ല. 50 ഇന്ന് കിഴക്കത്തവരത്തിനോട് ഏതോ ഒരു ചാനലുകാർ ചോദിച്ചു, ഇവിടെ എത്ര പേര് മരിച്ചിട്ടുണ്ട്? അപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഇവിടെ ഒരു 50-ന് മുകളിൽ ആൾക്കാർ മരിച്ചിട്ടുണ്ട്. റോഡ് പണിക്കാർ പറയുന്ന 5000 പേര് മരിക്കുമെന്നാണ് പറയണത്. ഇവർ 5000-നെ കൊണ്ട് എത്തിക്കാനാണോ ഈ വർക്ക് ഇങ്ങനെ തോന്നിവാദം ചെയ്യണത്? ഇതൊക്കെ നിങ്ങളെ ശരിക്കും പറഞ്ഞാൽ ഇപ്പോൾ ഒരു ആക്സിഡൻ്റ് ആയപ്പോഴാണ് ചാനലുകാരെ കുറ്റം പറയണമെന്ന് പറയണ്ട. ചാനലുകാർ ഈ ഒരു ആക്സിഡൻ്റ് ഉണ്ടായപ്പോഴാണ് ഇവിടെ വരുന്നത്. ഇതിനു മുമ്പ് ഈ കാര്യങ്ങൾ ഏതെങ്കിലും ചാനൽ വന്നിട്ടുണ്ടോ? എത്ര ആൾക്കാർ മരിച്ചു? എത്ര ഞങ്ങളുടെ അയൽവാസികളാണ് മരിച്ചുവിടെ എല്ലാവരും. ഒരു ചാനലുകാരും തിരക്കാൻ വന്നില്ല. ഈ മേൽപ്പാലം വരുന്നത് കൊണ്ട് ഇപ്പോഴത്തെ ജനങ്ങൾക്ക് യാതൊരു പ്രയോജനമില്ല. ഞങ്ങളൊക്കെ സീനിയർ സിറ്റിസണാണ്. ഞങ്ങൾക്ക് എന്ത് പ്രയോജനം ഉണ്ടാവും? പറയുന്നത് പിന്നിലുള്ളവർക്ക് ഉണ്ടാവുന്നതാണ്. ഇനി അടുത്ത തലമുറയ്ക്ക് ഉണ്ടാകാൻ വേണ്ടിയിട്ട് ഇപ്പോഴത്തെ തലമുറയെ കൊന്നുകൊണ്ടിരിക്കുക. നമ്മളുടെ മുഖ്യമന്ത്രിയും എല്ലാ മന്ത്രിമാരും അന്യ രാഷ്ട്രങ്ങളിൽ പോയിട്ട് സന്ദർശിച്ചിട്ട് എന്താ വരുന്നത്? അവിടുത്തെ ഇവിടെ കൊണ്ടുവരാമെന്നാണ്. പക്ഷെ അന്യദേശത്ത് നടക്കുന്നത് ഒരു വർക്ക് തീരുമ്പോഴാണ് നമ്മളുടെ ഈ പീപ്പിൾസ് അറിയുന്നത്. ഒരു വർക്ക് തീരുമ്പോഴാണ് അറിയുന്നത് അവിടെ മേൽപ്പാലം പടുതല്ലോ അങ്ങനെ. ഇവിടെ അതല്ല, തുടങ്ങിയ കാലം പോലെ ആൾക്കാർ മരിക്കാൻ തുടങ്ങിയിരിക്കുക. ഇവരൊക്കെ എന്തിനാ ഗൾഫിലേക്ക് പോകുന്നത്? അവിടുത്തെ കാര്യങ്ങൾ എന്തിനാ കാണാൻ വേണ്ടിയാ, സൂഹിക്കാൻ വേണ്ടിയാ? അതുപോലെ ഇവിടെ കൊണ്ടുവരുന്ന പറയണത്. ഇവിടെ എന്തുണ്ടായി? ഇതാ കാണൂ, നിങ്ങൾ കാണിക്കൂ, ജനങ്ങളെ കാണിക്കൂ. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ആർക്ക് വേണ്ടിയാ ചെയ്യണേ? ജനങ്ങളെ കൊന്നൊടുക്കാൻ വേണ്ടിയാണോ ഇത് ചെയ്യണത്? തുറവൂരിന്ന് അപ്പുറത്തേക്ക് നോക്കൂ, നല്ല വികസനമായിട്ട് റോഡുണ്ടാക്കിയിട്ടുണ്ട്. അവിടെ വലിയ ആക്സിഡൻറ്റ് കാര്യങ്ങളൊന്നുമില്ല, സൂപ്പറായിട്ട് ആൾക്കാർ പോകുന്നുണ്ട്. ഇതൊക്കെ ചെയ്യുന്നത് എന്തിനാ, ആർക്ക് വേണ്ടിയാ? ജനങ്ങളെ കൊന്നൊടുക്കാനാ? ഇതൊന്നും വികസനമായിട്ട് കണക്കാക്കണ്ട. ഓരോരുത്തരുടെ പോക്കറ്റിലെ കാശിടാൻ വേണ്ടിയുള്ളൊരു പ്രത്യേക സന്ദർഭമാണ്. പൊതുസുരക്ഷ ഉറപ്പാക്കുന്നതിൽ ബന്ധപ്പെട്ട അധികാരികൾക്കും നിർമ്മാണ ഏജൻസിക്ക് സംഭവിച്ച വീഴ്ചകളിലേക്കാണ് ഈ മരണങ്ങൾ വിരൽ ചൂണ്ടുന്നത്. ഞാൻ അവിടെ ഇരുന്നത്, അത് കഴിഞ്ഞിട്ട് ഇവിടെ ഇരുന്നു. അത് കഴിഞ്ഞിട്ട് തന്നെ അവർ ഹൈവേക്കാർ എന്നെ പുറകിലേക്ക് മാറ്റിയത്. ഞാൻ വെളുപ്പിന് 4 മണിക്ക് കട തുറക്കും. എന്നാൽ ഞാൻ അവിടെ ചെന്ന് നോക്കുമ്പോൾ ഈ മനുഷ്യൻ വണ്ടിക്കകത്ത് കുനിഞ്ഞിരിക്കുകയാണ്. അപ്പോൾ ഒരു ബീഞ്ച് വന്ന് ഇപ്പോഴത്തെ കിടന്ന ഒരെണ്ണം ഇയാളുടെ വണ്ടിയിലാണ് കിടക്കുന്നത്. അന്നേരം ആ സമയത്ത് ആരും ഇല്ലായിരുന്നു. അത് കഴിഞ്ഞ് ഒരു 6 മണിയായപ്പോഴാണ് എല്ലാവരും വരാൻ തുടങ്ങിയത്. അങ്ങനെ പുള്ളി അവിടെ നിന്ന് അടുത്ത് കൊണ്ടുപോയി. അത് ഇവരുടെ നിന്നുള്ള പാളിച്ചയാണ് സംഭവിച്ചിരിക്കുന്നത്. കാരണം അല്ലെങ്കിൽ അവിടെ ഈ സാധനം കയറ്റുമ്പോൾ ഇത് വിലങ്ങനെ വെക്കേണ്ടതാണ്. അത് വച്ച് കാണുകയില്ലായിരിക്കുമെന്നാണ് എൻ്റെ ഊഹം തോന്നുന്നത്. അല്ലെങ്കിൽ ഇങ്ങനെ സംഭവിക്കില്ല. ഇവിടെ ഇത്രയോ വന്നിട്ട് യാതൊരു പ്രശ്നവും ഉണ്ടായിട്ടില്ല. ഇവിടെ വച്ച് ഇതേപോലെ തന്നെ വെൽഡിങ് ചെയ്തുകൊണ്ടിരിക്കുക, കമ്പി കട്ട് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഒരു പുത്തൻ്റെ കൈ കണ്ടിച്ച് പോയി.
അങ്ങനെ എടുത്ത് മാമൻ്റെ അകത്തിലേക്ക് കൊണ്ട് അങ്ങനെ റെസ്റ്റോറൻറ്റിലേക്ക് കൊണ്ടുപോകുന്നത്. അങ്ങനെ ഒരു ഘട്ടം ഇവിടെ വെച്ചിട്ടുണ്ട്. അല്ലാണ്ട് വേറെ ഇതേപോലെ ഒരു അരട്ട് സംഭവം ഇതിപ്പോൾ ഈ നടക്കുന്നത് ആദ്യമായിട്ടാണ്. ഇവിടെ നിന്ന് പുത്തോട്ടിലുണ്ടായിട്ടുണ്ട് ഇതേമാതിരി തന്നെ. പുള്ളി അരിപ്പാട്ടുകാരനാണ്, ബൊട്ടയും കൊണ്ട് പോയതാണ്. അപ്പോൾ ഇയാൾ ഓട്ടോറിക്ഷ ഓടിച്ചുകൊണ്ടിരുന്ന ആളാണ്. പകരത്തിന് വേണ്ടി ഇയാൾ വണ്ടി ഓടിച്ചുകൊണ്ട് പോവുക അന്ന് കയറിയതാണ്. ആ വണ്ടി ഡെയിലിയിൽ അവിടെ കിടപ്പുണ്ട്. വണ്ടി കംപ്ലീറ്റ് നെരിഞ്ഞു പോയി. തുടങ്ങി അന്ന് മുതൽ പേടിയാണ്. അതായത് ഓരോ ബാച്ച് വന്ന് പോയിക്കൊണ്ടിരിക്കുകയാണെങ്കിൽ വലിയ തൂണ് വാർത്തുകൊണ്ടിരിക്കുമ്പോഴെല്ലാം പ്രായം ചെന്ന ആൾക്കാരായിരുന്നു. അവരങ്ങോട്ട് പോയി കഴിഞ്ഞപ്പോൾ പിന്നെ വന്നത് അതിൻ്റെ തലമുറയായിട്ടുള്ള എല്ലാം ചെറുപ്പം ഇപ്പോൾ ഒക്കെ പിള്ളേരായിട്ടുള്ള പാർട്ടിക്കാരാണ്. ഏറ്റവും കൂടുതൽ സംഭവിച്ചിരിക്കുന്നത് ശ്രദ്ധക്കുറവാണ്. ഇത് സംഭവിച്ചിരിക്കുന്നത് ശ്രദ്ധക്കുറവാണ്. അവർ അങ്ങനെ മുകളിൽ കഴിയുമ്പോൾ അത് സ്ലിപ്പ് ചെയ്ത് പോകുമെന്നൊക്കെ സ്ലിപ്പ് ചെയ്ത് പോകും. ആ സ്ഥാനത്ത് അവർ ഇതിങ്ങനെ വച്ചിരുന്നെങ്കിൽ ഇത് സംഭവിക്കില്ലായിരുന്നു. അതില്ല എന്നാണ് എൻ്റെ പൂർണ്ണ ബോധ്യം. ഞാൻ അവിടെ ചെന്നപ്പോൾ ഒന്നും കണ്ടൊന്നുമില്ല. ഞാൻ വെളുപ്പിന് വന്ന് 4 മണിക്ക് എല്ലാപ്പോഴും അവിടെ ഇരുന്നപ്പോഴും ഇവിടെ ഇരുന്നപ്പോഴും 4 മണിക്കാണ് കട തുറക്കണത്. അതാണ് പുള്ളി കുനിഞ്ഞിരിപ്പുണ്ട് ഈ വണ്ടിക്കാർ. അത് കഴിഞ്ഞാണ് പിന്നെ ഈ ആൾക്കാർ പിന്നെ അങ്ങോട്ട് വരാൻ തുടങ്ങിയിട്ട്. അപ്പോൾ ഒരു വലിയ കൂട്ടം ഉണ്ടായിരുന്നു, ഇഷ്ടംപോലെ ആൾക്കാരുണ്ടായിരുന്നു. പക്ഷേ ജീവൻ പണയാൻ പറ്റാതിരിക്കണത്. അതായത് ഞാൻ അവിടെ കച്ചവടം വെക്കുമ്പോൾ വെളുപ്പിന് 5 മണിക്ക് ഇവിടെ ആൾക്കാർ ചായ കുടിച്ചുകൊണ്ടിരിക്കുകയാണ്. ഒരു ലോറി ഈ കടയുടെ ഇവിടം വരെ വന്നിട്ട് പെട്ടെന്ന് ബ്രേക്ക് പിടിച്ച് നിന്നു. അല്ലെങ്കിൽ അന്നേ നമ്മൾ തട്ടിപ്പോകേണ്ട സമയം കഴിഞ്ഞു. ആ ലോറി ഇടിച്ച് ആ മതിലിനകത്തേക്ക് അങ്ങോട്ട് കയറും. ലോഡും വണ്ടിയാണ്, ഇതൊക്കെ ആലപ്പുഴയിൽ നിന്ന് കണ്ടു വന്ന വണ്ടിയാണ്. അപ്പം നമ്മൾ ഇവിടെ ഇരിക്കുക വെച്ചാൽ ഒരു നഷ്ടപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ്. എപ്പോഴാണ് എന്താണ് സംഭവിക്കുന്നത് അറിയുമ്പോൾ അവിടെ നിന്ന് ഒരു വീല് പൊട്ടിഞ്ഞിട്ട് വന്ന് കയറാൻ പോലെ എന്താ എപ്പോഴും അനർത്ഥമാണ്. പേടിയാണ് മോളെ. ഇല്ലല്ല, അവിടെ കച്ചവടം പറ്റിയിരുന്നാണ്. അവർ പോയി. ഇല്ല, ഇവിടെ ഉണ്ടായിരുന്നു. ഇവിടെ അതിൻ്റെ അപ്പുറത്തൊക്കെ ഉണ്ടായിരുന്നു, കടയൊക്കെ ഉണ്ടായിരുന്നു. കട കുറേ പോയി. പിന്നെ എല്ലാം കിഴക്കുവശം ഉണ്ടായിരുന്നു, അതൊക്കെ പൂട്ടിപ്പോയി, നിർത്തിപ്പോയി. ആലപ്പുഴ ആകെ 12 കിലോമീറ്ററാണ് ഇവിടുന്ന് തുറയൂരിന്ന് അരുമുക്കം വരെ, പള്ളിയുടെ അവിടെ വരെ. അതിലുണ്ടായിരുന്ന 90% കടയും പോയി. കച്ചവടം ഇല്ല, ആൾക്കാർ ഘട്ടത്തിലായി. ഇത് വന്നുകൊണ്ട് നമ്മുടെ ഉപജീവനം നഷ്ടപ്പെട്ടെന്ന് മാത്രമേ ഉള്ളൂ. ഇതേ സംഭവിച്ചിട്ടുള്ളൂ. പല ഇവിടെ ആൾക്കാർ ബൈക്കുമായിട്ട് കുഴി ചാടി വീണിട്ടുണ്ട്. ഇതെല്ലാം അവിടെ കുഴി ചാടി വീണ് മൊബൈലൊക്കെ നഷ്ടപ്പെട്ട് കാലൊടിഞ്ഞു പോയ ആൾക്കാരും ഉണ്ട്. എന്ത് ചെയ്യാനാണെന്ന് വെച്ചാൽ ഉപജീവനം കഴിക്കണ്ടേ. നമ്മളൊക്കെ ചെന്ന് ഇപ്പോൾ ഒരു കടയിൽ ചെന്ന് ഒരു പണി വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ എല്ലാ കടയിലും ഇന്ത്യക്കാരാണ്. നമ്മളെയൊന്നും പണിക്കൊന്നും കയറ്റിയില്ല, മലയാളികളെ കയറ്റിയില്ല. എല്ലാവരും ഇപ്പോൾ അവരാണ്. അവർക്ക് എന്തെങ്കിലും കൊടുത്താൽ മതി, നമുക്ക് പൈസ കിട്ടണം. അങ്ങനെ കഴിഞ്ഞുകൂടി പോകണം മോളെ. ഭയങ്കര ബുദ്ധിമുട്ടുമാണ് നടക്കാൻ. ഭയങ്കര നമ്മൾ പേടിച്ച് വേണം നടക്കാനായിട്ട്. പക്ഷേ ഇത് തുടങ്ങിയ കാലം മുതലേ ഭയങ്കര അപകടങ്ങളും ഭയങ്കര ബുദ്ധിമുട്ടാണ് ഞങ്ങളെപ്പോലെയുള്ളവർക്കൊക്കെ പോകാനും. അതുപോലെ വണ്ടിക്കാർക്കാണെങ്കിൽ യാത്ര പോകണമെങ്കിൽ പേടിച്ച് വേണ്ടേ പോകാനായിട്ട്. അത് നിറച്ച് വെള്ളം, മഴ പെയ്ത് കഴിഞ്ഞാൽ ശാകാലം പോലും നടക്കാൻ പറ്റില്ല. ഇവർ ഈ 2 വശത്തും കൂടി വെള്ളം ഒഴിച്ചെന്നാൽ ഞങ്ങളെപ്പോലെയുള്ളവർക്കൊന്നും നടക്കാൻ പറ്റില്ല. ഒരു ചെരുപ്പ് തെന്നി വീണ് 2 പ്രാവശ്യം ഞാൻ വീഴേണ്ടതായിരുന്നു. പിന്നെ ഞാൻ സൂക്ഷിച്ചും കൊണ്ട് പോണത് കൊണ്ട് ഇങ്ങനെ പോണതാണ്. എല്ലാ ദിവസവും അങ്ങനെ തന്നെയാണ്. ഒരു നേട്ടം ഞാൻ നോക്കിയിട്ടില്ല. ഞങ്ങളെപ്പോലെയുള്ള പാവങ്ങൾക്ക് ഒരു പ്രയോജനവും ഇല്ല. എത്ര കോടി രൂപ മുടക്കിയിട്ടൊക്കെയാണ് ഇതൊക്കെ ചെയ്യുന്നത്, വല്ല പ്രയോജനമുണ്ട്. അപ്പം ഞങ്ങളെപ്പോലെയുള്ള സാധാരണക്കാരൻ്റെ വീട്ടിലെ പിള്ളേരൊക്കെ ആണുങ്ങളാണെങ്കിലും പോയി കഴിഞ്ഞാൽ പേടിച്ച് വേണം ഇതിൻ്റെ താഴെ കൂടി പോകാനായിട്ട്. എല്ലാവരും അത് തന്നെയാണ്, അല്ലാതെ ഞാൻ നോക്കിയിട്ട് ഒരു പ്രയോജനമില്ല. ഇതിൽ ഞാൻ നോക്കിയിട്ട് ഇതേ ഉള്ളൂ. ദൂരെ യാത്രയ്ക്ക് പോകണവർക്കും ദൂരെ പണിക്ക് പോകണ പിള്ളേരും അവർ വരുമ്പോൾ കാണാൻ പറ്റും. എന്നാലും അവിടെ പറ്റിയെന്ന് കാണാൻ പറ്റുമോ? അതുങ്ങളാ നമുക്ക് സവാലേ കിട്ടുള്ളൂ. അതുകൊണ്ട് എന്ത് പ്രയോജനമുണ്ട്? അതുകൊണ്ട് ഒരു പ്രയോജനവും ഇല്ല. അതേ ഉള്ളൂ. സ്ഥിരം മാർച്ച് വെച്ചാണ് ഞാൻ പോണത്. എനിക്ക് ഇപ്പോൾ ഇച്ചിരി പൊടി കയറിയാൽ മതി, ഉടനെ എനിക്ക് ചുമയും പനിയും കഴിഞ്ഞത് ഇവിടെ വന്ന് മരുന്ന് മേടിച്ച് കഴിച്ചാണ് ഈ നടക്കുന്നത്. ഈ പൊടിയാണ്. പിന്നെ എന്ത് അവിടെയൊക്കെ പെരടാത്ത പോലെ ഇരിക്കാൻ പറ്റില്ല. ഈ റോഡ് സൈഡുള്ള ഒരു വീട്ടിലും പെരടാത്ത പോലെ ഇരിക്കണം, അത്രയ്ക്ക് പൊടിയാണ്. ഞാൻ വർക്ക് ചെയ്യാണ്, ടീച്ചറാണ് സ്കൂളിൽ. നമുക്ക് സ്കൂളിലൊന്നും കറക്റ്റ് സമയത്ത് എത്താനേ പറ്റുന്നില്ല. പിന്നെ പൊടി, ശ്വാസം മുട്ടൽ, അങ്ങനത്തെ ഇപ്പം തന്നെ നമ്മൾ ഹോസ്പിറ്റലിൽ വന്ന വഴിയാ ശ്വാസം മുട്ടലാണ് എല്ലാവർക്കും. നടക്കാനേ പറ്റാത്ത സിറ്റുവേഷനാണ്. നമുക്ക് ഇതുവഴി പോകാൻ, തിരിച്ചു വരുമ്പോൾ ലേറ്റ് ആവും. അങ്ങനത്തെ ബ്ലോക്ക് തന്നെയാണ്. അത് അരൂർ തൊട്ട് തുടങ്ങിക്കഴിഞ്ഞാൽ തുറവൂർ വരെ അങ്ങനെ നിൽക്കും. കുട്ടികൾക്ക് പോകാൻ പറ്റുന്നില്ല. നമ്മുടെ വീട്ടിലുള്ള ചെറിയ കുട്ടികളുണ്ട്, ബ്രദറിൻ്റെ കുട്ടികൾക്കൊക്കെ സ്കൂളിലൊക്കെ പോകാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഇപ്പം ഇത് വരണ്ടേ, ഈ ഒരു ഭാഗത്ത് ഈ പാലം ആവശ്യമേ ഇല്ല സത്യം പറഞ്ഞാൽ. കാരണം നമ്മുടെ കുഞ്ഞൊരു ഗ്രാമമാണ്.
അതുപോലെ ടൗണൊന്നും അല്ലല്ലോ. ഇവിടെ ഈ ഒരു ബ്രിഡ്ജ് വന്നിട്ട് യാതൊരുവിധ കാര്യമില്ല. കാരണം നമുക്ക് ബുദ്ധിമുട്ടുണ്ടാക്കാൻ വേണ്ടി മാത്രമാണ് കേന്ദ്രം ഇത് വെച്ചിരിക്കുന്നത്. ഇപ്പം നമ്മളിത് പറയുന്നതുകൊണ്ട് മറ്റുള്ളവർക്ക് ചിലപ്പോൾ ഇഷ്ടപ്പെടുമെന്നൊന്നും പറയാൻ പറ്റില്ല. നമ്മുടെ ഒരു കാര്യമാണ് പറഞ്ഞാൽ ഒട്ടും ബുദ്ധിമുട്ടാണ്, നമുക്ക് നടക്കാനേ പറ്റൂല. ഒന്ന് ജസ്റ്റ് ഒന്ന് കടയിൽ പോയിട്ട് വരുമ്പോൾ തന്നെ നമ്മൾ വീട്ടിൽ ചെല്ലുമ്പോൾ ശ്വാസം മുട്ടലാവും, പൊടി മാറ്റാനേ പറ്റുന്നില്ല. ഇപ്പം അമ്മയ്ക്കാണെങ്കിലും കുട്ടികൾ, ഇപ്പം എനിക്ക് തന്നെ സ്കൂളിൽ പോകുമ്പോൾ ഞാൻ പഠിപ്പിക്കുന്ന ടീച്ചറാണ്. സ്കൂളിൽ പോകുമ്പോൾ ലേറ്റായിട്ട് എത്തും നമ്മളൊക്കെ, തിരിച്ചവിടെ ചെല്ലുമ്പോൾ ചുമ, പൊടിയുടെ ഇത് കാരണം അങ്ങനെ ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഇപ്പം എനിക്ക് സംസാരിക്കാൻ പോലും പറ്റുന്നില്ല. ഹോസ്പിറ്റലിൽ വന്ന വഴി ഇപ്പം ഇഞ്ചക്ഷൻ എടുത്തിട്ട് തിരിച്ച് പോവാണ്. ഇവിടെയൊക്കെ നിൽക്കാൻ പറ്റുന്നില്ല. അതുപോലെ തന്നെ ഇതിൻ്റെ ഈ കെമിക്കൽ സാധനങ്ങൾ നമ്മുടെ ഡ്രസ്സുകളിലും അതൊക്കെ മേളിൽ നിന്ന് വീഴുമ്പോൾ അതിലൊക്കെ പറ്റിപ്പിടിച്ചിട്ട് അങ്ങനെയും കുറേ ബുദ്ധിമുട്ടുകളുണ്ട്. ശരിക്കും പറഞ്ഞാൽ ഈ അപകടം തന്നെ നമുക്ക് ഭയങ്കര ഒരു ഇതായിപ്പോയി. ഒരു പാവപ്പെട്ട ഒരു വീട്ടിലെ ചേട്ടനായിരിക്കും, അവരുടെ ഫാമിലിയൊക്കെ ഇത്ര കഷ്ടപ്പെടുന്നുണ്ടാവും. അപ്പം ഇങ്ങനെ ഒരു സാധനം ഇവിടെ വരേണ്ട ആവശ്യമില്ല. വേണ്ടടുത്ത് ഇവർ വെക്കുകയോ ഇല്ല, അങ്ങനെ ഒരു കാര്യമുണ്ട്. ഇതിപ്പോൾ ഈടെ വെക്കേണ്ട കാര്യമേ നമുക്ക് നോക്കിയിട്ടില്ല. പിന്നെ കേന്ദ്രം ഒന്ന് നോക്കിക്കഴിഞ്ഞാൽ അറിയാം, ചെറിയ ഗ്രാമത്തിൽ ഇത്രയും വലിയ പാലം വെച്ച് മറ്റുള്ളവർക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്നതിൽ നല്ലത് വേണ്ടടുത്ത് വെച്ചിട്ട് ജനങ്ങൾക്ക് നല്ലത് ചെയ്ത് കൊടുക്കാം. ഒരു 2:30 മണിയോടുകൂടിയാണ് ഈ സംഭവം നടക്കുന്നത്. അപ്പോൾ 2:30 മണി ഭയങ്കരമായിട്ടുള്ള സൗണ്ട് കേട്ടിട്ടാണ് ഞങ്ങൾ താഴത്തേക്ക് വരുന്നത്. എന്തോ ആക്സിഡൻറ്റ് സംഭവിച്ചു എന്നുള്ള ഇതായിരുന്നു നമ്മൾ കരുതിയിരുന്നത്. അപ്പോൾ താഴത്ത് വരുമ്പോഴാണ് ഇങ്ങനെ ഗർഡർ വീണ് കിടക്കുന്നതായിട്ട് കാണുന്നത്. അപ്പോൾ ഗർഡറിൻ്റെ താഴത്തായിട്ട് ഒരു പിക്കപ്പ് വാനും ഉണ്ട്. പിക്കപ്പ് വാനിനകത്ത് ഒരാളും ഉള്ളതായിട്ട് നമ്മൾ കണ്ടു. അപ്പോൾ അവിടെ ചെന്ന് നോക്കുമ്പോൾ ആൾ അതിനകത്ത് ഇരിപ്പുണ്ട്. അയാളുടെ കൈ വിരലുകൾ ചെറുതായിട്ട് അനങ്ങുന്നുമുണ്ട്. പക്ഷെ അതിന് ശേഷം ഇത്രയും വലിയൊരു സാധനം മേളിലേക്ക് വീണിരിക്കുന്ന കാരണം ആർക്കും ഒന്നും ചെയ്യാൻ പറ്റാത്ത അവസ്ഥയായിരുന്നു. പോലീസ് ഒരു 10 മിനിറ്റിനുള്ളിൽ പോലീസും പിന്നെ ആംബുലൻസും എല്ലാം വന്നു. ആൾക്കാർ മുഴുവൻ ഇവിടെ ഉണ്ടായിരുന്നു. പക്ഷേ എങ്കിലും അവർക്ക് ആർക്കും ഒന്നും ചെയ്യാൻ പറ്റാത്ത അവസ്ഥയിൽ, കാരണം ഇത്രയും ലോഡുള്ള ഒരു സാധനം വീണിരിക്കുന്ന കാരണം ഒന്നും നമുക്ക് അനക്കാൻ പോലും നിവൃത്തിയില്ലായിരുന്നു. പിന്നെ ഒരു 2-3 മണിക്കൂറിന് ശേഷമാണ് പിന്നെ ബാക്കി ഈ ഇവരുടെ വർക്കേഴ്സ് ഒക്കെ വന്ന് ബാക്കി എക്യുപ്മെൻറ്റ്സ് എല്ലാം കൊണ്ടുവന്ന് ഈ വണ്ടി നീക്കി മാറ്റി അതിനകത്ത് വണ്ടി വെട്ടിപ്പൊളിച്ച് ആളെ എടുക്കേണ്ടി വന്നിരിക്കുന്നത്. അപ്പോൾ സാധാരണ എപ്പോഴും ഇവിടെ രാത്രിയിൽ വർക്ക് ഉണ്ടാവാറുണ്ട്. ഇങ്ങനത്തെ ഒരു പ്രശ്നം ഇതുവരെ രാത്രിയിൽ അങ്ങനെ സംഭവിച്ചിട്ടില്ല. പക്ഷെ ഇത് ആദ്യമായിട്ടാണ്. ഇത്രയും സൗണ്ട് കേട്ടതുകൊണ്ട് മാത്രം നമ്മൾ താഴത്തിറങ്ങി നോക്കിയതാണ്. അപ്പോൾ ഇനി റോഡ് ഇവരെ ആൾക്കാരെ വിടാതിരുന്നതാണോ എന്താ സംഭവം എന്ന് നമുക്ക് അറിയില്ല. അതിന് തൊട്ട് മുമ്പ് ഒരു കാറുകാരൻ പോകുന്നുണ്ടായിരുന്നു. അപ്പോൾ അയാൾ സൗണ്ട് കേട്ടിട്ട് അയാളുടെ വണ്ടിയുടെ സ്പീഡ് കൂട്ടി പോയത് കാരണം മാത്രം അയാൾ രക്ഷപ്പെട്ടതാണ്. അപ്പോൾ തൊട്ട് പുറകെ വരുന്ന പിക്കപ്പ് വാനായിരുന്നു. പിക്കപ്പ് വാനിനാണ് ഇത് സംഭവിച്ചത്. ഇതിപ്പോൾ പ്രദേശവാസി എന്നുള്ള നിലയ്ക്ക് പറയുകയാണെങ്കിൽ ശരിക്കും ഞങ്ങൾ എപ്പോഴും ഇതിന് അലേർട്ടായിട്ട് നിൽക്കേണ്ട അവസ്ഥയിലാണ്. ഇപ്പോൾ ഈ കൺസ്ട്രക്ഷൻ നടക്കുന്നതിൻ്റെ ഇടയ്ക്ക് തന്നെ ആയിട്ടാണെങ്കിലും ഇപ്പോൾ ഇവർ പറയുന്നുണ്ട് നമ്മൾ ജനങ്ങൾക്ക് ഉണ്ടാക്കുന്ന രീതിയിലൊന്നും ചെയ്യില്ല എന്നവർ പറയുന്നുണ്ട്. എങ്കിൽ പോലും ഇപ്പോൾ ഈ കൺസ്ട്രക്ഷൻ തുടങ്ങിയ സമയത്ത്, ഇതിൻ്റെ പൈലിങ് നടന്ന സമയത്ത് പോലും ആദ്യം ഇവർ പൈൽ ചെയ്ത സമയത്ത് തന്നെ നമുക്ക് ഇവിടെ സോളാറിന് പ്രശ്നങ്ങളുണ്ടായി. കാരണം അവരവിടെ ഇട്ടിരുന്ന ഒരു വലിയ സ്ക്രൂ വന്ന് വീണ് ഞങ്ങളുടെ സോളാർ പൊട്ടിപ്പോയി. ആകെ 3 മാസമേ ആയിട്ടുള്ളായിരുന്നു ഞങ്ങൾ സോളാർ കൺസ്ട്രക്ട് ചെയ്തിട്ട് പോലും. അപ്പോഴത്തേക്കും തന്നെ അതിന് പ്രശ്നം വന്നു. പിന്നെ അതിനുശേഷം ഇവിടെ ഈ ബിൽഡിങ് ഇവർ ഇതിൻ്റെ കൺസ്ട്രക്ഷൻ്റെ സമയത്ത് ഒരു 3 ടാങ്ക്, ഇപ്പോൾ എൻ്റെ ഒരു കടയാണ്, ആ കടയുടെ ഫ്രണ്ടിലായിട്ട് 3 ടാങ്കുകൾ കൊണ്ടുവന്ന് വെച്ചു. 2 ആഴ്ചത്തേക്കെന്നും പറഞ്ഞ് കൊണ്ടുവന്ന് വെച്ചിട്ട് അത് ഏകദേശം ഒരു 7 മാസത്തോളം ഞങ്ങളുടെ കടയുടെ ഫ്രണ്ടിലിരുന്നു. അപ്പോൾ ഞങ്ങൾക്ക് അതിൻ്റെതായ ഒരുപാട് ബുദ്ധിമുട്ടുകളുണ്ടായി. പിന്നെ അത് മാത്രമല്ല, കൺസ്ട്രക്ട് ചെയ്യുന്ന സമയത്ത് അവിടുന്ന് പിന്നെ തീയും അതും ഇതും സാധനങ്ങളെല്ലാം വരുന്ന ഒരിതുണ്ട്. ഇത് ഇത്രയും കഴിഞ്ഞിട്ട് ഒരു 2 ആഴ്ച മുമ്പ് പുതിയൊരു പ്ലാനുമായിട്ട് വന്നിരിക്കുവാണ്. കടയുടെ ഫ്രണ്ടിൽ വരെ ഈ ടോളിൻ്റെ ബിൽഡിങ് വരുവാണെന്നുള്ള ഒരിത്. ടോളിൻ്റെ ബിൽഡിങ്, അതിൻ്റെ ബാക്കിലായിട്ട് ബാത്റൂം, പിന്നെ ആ ത്രൂ ഔട്ടുള്ള വീടിൻ്റെ അതൊരു 3 വീട്ടുകാരുണ്ട് ഞങ്ങളെ ഈ കട, പിന്നെ 2 വീടുകളും ഉണ്ട്. ആ ഒരു വീടിൻ്റെ ഫ്രണ്ടിലായിട്ട് പബ്ലിക് ടോയ്ലറ്റ്, അതിൻ്റെ ഇപ്പുറത്തായിട്ട് ഒരു എക്യുപ്മെൻറ്റ് ഡംപിങ് ഏരിയ. അങ്ങനെ ഒരു കടയുടെ ഒരു 75% മുതൽ ഒരു എൻ്റെ 2 വീട് കവർ ചെയ്യുന്ന രീതിയിൽ അങ്ങനെ കൺസ്ട്രക്ഷൻ്റെ കാര്യങ്ങളാണ് ഇപ്പോൾ പുതിയതായിട്ട് പറഞ്ഞിരിക്കുന്നത്. അതിൻ്റെ പ്ലാൻ ആയിട്ടില്ല എന്ന് ഞങ്ങൾക്ക് പറഞ്ഞു. ഞങ്ങൾ ഇവരോട് പറയുമ്പോൾ ഇതിൻ്റെ DM ഉൾപ്പെടെയുള്ള ആൾക്കാർ പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ ഇത് NHൻ്റെ സ്ഥലമാണ്. അപ്പോൾ NHൻ്റെ അവിടെ എന്ത് കൺസ്ട്രക്ട് ചെയ്യാനും ഞങ്ങൾക്ക് അധികാരമുണ്ട്, അത് ആർക്കും ചോദിക്കേണ്ട ആവശ്യമില്ല എന്നുള്ളതാണ് അശോകയുടെ DM നമ്മുടെയൊക്കെ പറഞ്ഞിരിക്കുന്ന റിപ്ലൈ എന്ന് പറഞ്ഞാൽ.
അപ്പം അതിൻ്റെ ഇതായിട്ട് ഞങ്ങൾ NH-ൽ എൻ്റെ ഓഫീസിൽ പോയി കംപ്ലയിൻറ്റ് ചെയ്യാൻ പറഞ്ഞു. അവിടെ പോയി ഞങ്ങൾ കംപ്ലയിൻറ്റ് കൊടുത്തിട്ടുണ്ട്. ഇങ്ങനെ നമുക്ക് ബുദ്ധിമുട്ടാണ്, കാരണം നമ്മുടെ ഒരു ഇതിൻ്റെ ഫ്രണ്ടിലായിട്ടൊരു പബ്ലിക് ടോയ്ലറ്റ് വന്നു കഴിഞ്ഞാൽ നമുക്കുണ്ടാകുന്ന ബുദ്ധിമുട്ടുകൾ. കാരണം ഞങ്ങൾ ഈ കട തുടങ്ങിയിട്ട് ആകെ 4 വർഷമേ ആയിട്ടുള്ളൂ. ഒരു 2 വർഷം കഴിഞ്ഞപ്പോഴാണ് ശരിക്കും നമ്മുടെ ഇവിടുത്തെ കൺസ്ട്രക്ഷൻ ആയത്. അപ്പോൾ ഓരോ സൈഡിൽ നിന്നല്ലേ തുടങ്ങി വരുന്നത്. അപ്പോൾ ഇവിടുത്തെ കൺസ്ട്രക്ഷൻ ആയപ്പോൾ ഞങ്ങളുടെ ഇപ്പോൾ ശരിക്കും ഇവിടുത്തെ കച്ചവടത്തിൻ്റെ ഒരു 70% ഞങ്ങൾക്ക് താഴത്തേക്ക് പോയിരിക്കുവാണ്. 70%. അതും ഇപ്പോൾ ഇത് ഞങ്ങളുടെ ഓൺ ബിൽഡിംഗ് ആയതുകൊണ്ട് മാത്രം ഞങ്ങൾക്ക് പിടിച്ചു നിൽക്കാൻ പറ്റുന്നതാണ്. അത് മാത്രമല്ല, ഞാൻ പറഞ്ഞില്ലേ, ഇത് ആ പൈൽ ചെയ്യുന്ന അതിൻ്റെ കൺസ്ട്രക്ഷൻ തുടങ്ങുന്ന സമയത്തിൽ നമ്മുടെ ഫ്രണ്ടിൽ കൊണ്ടുവന്ന് ഇങ്ങനെ ഒരു 3 ടാങ്ക് അവരുടെ എന്തോ ഇത് മിക്സ് ചെയ്യുന്ന എന്തോ ടാങ്ക് ആണെന്നും പറഞ്ഞ് അത് കൊണ്ടുവന്ന് 2 ആഴ്ച എന്നും പറഞ്ഞിട്ട് 8 മാസത്തോളം ഇവിടെ നിന്ന് കഴിഞ്ഞാൽ നമ്മുടെ കട കവറായിപ്പോയി. നമുക്കൊന്നും ചെയ്യാൻ പറ്റാത്ത അവസ്ഥയിലായിരുന്നു. ഇപ്പോൾ ഒരു 3 ആഴ്ച മുമ്പ് ഇതേപോലെ ഗർഡറിൻ്റെ ആ ഭാഗത്ത് വർക്ക് ചെയ്യുന്ന സമയത്ത് ഇവരെ വർക്കേഴ്സിൽ തന്നെയാണ് ഒരാൾ താഴത്തേക്ക് വീണത്. അപ്പം വലിയ കുഴപ്പമില്ല എന്നാണ് ഇപ്പം അറിഞ്ഞത്. പിന്നെ വർക്കറിനെ നാട്ടിലേക്ക് അയച്ചു എന്നാണ് പറഞ്ഞത്. പിന്നെ ഇതിൻ്റെ പൈലിങ്ങിൻ്റെ സമയത്ത് ഓൾറെഡി ചമ്മനാട് ഭാഗത്ത് ഒരാൾ മരിച്ചിരുന്നു. അതും ഇവരുടെ വർക്കേഴ്സിൽപ്പെട്ട ഒരാളായിരുന്നു. പിന്നെ 3 months മുമ്പ് ആണ് ചന്ദ്രൂര് ഈ വർക്ക് ചെയ്യുന്നതിൻ്റെ ഇടയ്ക്ക് ഷോക്ക് ഏറ്റിട്ട് അതും വർക്കേഴ്സിൽ പെട്ട ഒരാൾ അങ്ങനെ മരിച്ചത്. സാധാരണ എപ്പോഴും ഒരു സേഫ്റ്റി ഓഫീസർ വേണം എന്നുള്ളതാണ് സാധാരണ കൺസ്ട്രക്ഷൻ്റെ ഇതിൽ പറയുന്നത്. അങ്ങനെ നമ്മൾ കേട്ടിട്ടുള്ളത്. ഞാൻ സിവിലല്ല, അതുകൊണ്ട് എനിക്ക് അങ്ങനെ കറക്റ്റായിട്ട് അറിയില്ലെങ്കിലും സേഫ്റ്റി ഓഫീസർ ഇങ്ങനെയുള്ള കൺസ്ട്രക്ഷൻ, അതായത് വലിയ കൺസ്ട്രക്ഷൻസ് നടക്കാൻ നേരത്ത് ആ സൈറ്റിൽ എപ്പോഴും സേഫ്റ്റി ഓഫീസർ ഉണ്ടായിരിക്കണം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ അത് നമ്മൾ സമീപവാസികൾ എന്നുള്ള രീതിയിൽ നമുക്ക് അതിന് പ്രത്യേകിച്ച് ഇൻസ്ട്രക്ഷൻസോ കാര്യങ്ങളോ അല്ലെങ്കിൽ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ എന്നുള്ളതൊന്നും ആരും ഇതുവരെ അന്വേഷിച്ചിട്ടും ഒന്നുമില്ല. അങ്ങനത്തെ അവസ്ഥയിലാണ് ഇപ്പോൾ ഞങ്ങൾ നിൽക്കുന്നത്. നമ്മളും പേടിച്ച് വേണം അങ്ങോട്ടും ഇങ്ങോട്ടും മൂവ് ചെയ്യാൻ എന്നുള്ളൊരു അവസ്ഥയിലാണ്. കാരണം നമ്മളെ ബുദ്ധിമുട്ടിക്കുന്നില്ല എന്ന് പറയുന്നുണ്ടെങ്കിൽ പോലും നമുക്ക് വളരെയധികം ബുദ്ധിമുട്ടുകളാണ് ഈ ഒരു ഇതിൻ്റെ നിർമ്മാണം കൊണ്ട് നമുക്ക് സംഭവിച്ചിട്ടുള്ളത്. ഇപ്പോൾ ഞങ്ങളുടെ വ്യവസായ ഇതിൽ നമ്മൾ നോക്കുവാണെങ്കിൽ ഞങ്ങളുടെ പിന്നെ ഈ വ്യാപാരി വ്യവസായിയുടെ ഇതിൽ തന്നെ ഉള്ള ഏകദേശം 300ഓളം കടകളാണ് പൂട്ടിപ്പോയത്. കാരണം പിന്നെ ചെളി വന്ന് കയറുന്നതും ഒക്കെ. ഇപ്പോൾ നമ്മുടെ കടയുടെ ഫ്രണ്ടിൽ പോലും തന്നെയാണെങ്കിൽ ചെളിയായിരുന്നു ഇത്രയും നാളും. ഇപ്പോൾ ഒന്ന് റെഡിയായി വന്നതേ ഉള്ളൂ. അപ്പോഴാണ് പിന്നെ ബിൽഡിങ് അങ്ങനത്തെ പ്രശ്നങ്ങളായിട്ട് പുതിയത് വന്നിരിക്കുന്നത്. അരൂർ തുറവൂർ ആകാശപാത ഒരു മരണക്കെണിയായി മാറിയിരിക്കുകയാണ്. ഇനിയും അപകടങ്ങൾ ആവർത്തിക്കാതിരിക്കട്ടെ. പദ്ധതിയുടെ വേഗതയേക്കാൾ പ്രാധാന്യം ഓരോ പൗരന്റെ ജീവനുമുണ്ടെന്ന് അധികാരികൾ മറക്കാതിരിക്കട്ടെ.